മോനോടെ ഉണ്ട്. മോനോടെയായിരുന്നു. ഞാൻ കുക്കർ ഷോപ്പിലേക്ക് പോയതാ. മോളെ എന്നോട് ക്ഷമിക്കട, നിന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ കരയുന്നേ? എനിക്കൊരു കുഴപ്പമില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കിഡ്നാപ്പ് ചെയ്തവരിൽ നിന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നെ. കിഡ്നാപ്പോ? കുട്ടിയെ ആരോ വണ്ടിയെ കയറ്റി കൊണ്ടുപോവായിരുന്നു. പാവം, അവൾ ഒരുപാട് പേടിച്ചുപോയി. ഇല്ല, ഞാൻ പേടിച്ചൊന്നുമില്ല. കൃത്യസമയത്ത് ഞാൻ കണ്ടു. ഇല്ലായിരുന്നെങ്കിൽ ഈശ്വരാ. താങ്ക്സ് മോനെ, ഇതൊക്കെ എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. ആദ്യം സീതയോട് പറയണം. സീത, സീമോളെ കിട്ടി. എവിടെയുണ്ട്? മോള് വേഗം വാ, വേഗം വീട്ടിലേക്ക് വാ. അവക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി. നിങ്ങൾ വെറുതെ പേടിക്കണ്ട. പെട്ടെന്നൊരു സംശയം തോന്നിയപ്പോ ഞാൻ വണ്ടി വെറുതെ നിർത്തി നോക്കിയതാ. നോക്കുമ്പോ നമ്മുടെ കുട്ടി. ഐ മീൻ സീതയുടെ കുട്ടി. ഇവളുടെ മുഖത്ത് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴാ അല്പം ഓക്കെ ആയത്. ആണോ മോളെ? മോള് പേടിച്ചോ? ഇല്ല മുത്തശ്ശി. പിന്നെ ഞാൻ അവക്ക് ധൈര്യം കൊടുത്തേ അല്ലേ മോളെ? ഒരുപാട് നന്ദിയുണ്ട് മോനെ, നീ ചെയ്ത ഉപകാരം എന്റെ ജീവിതത്തിൽ എന്നെ ഒരിക്കലും മറക്കില്ല. അയ്യോ അച്ഛാ, എന്താ ഇങ്ങനൊക്കെ? നമ്മുടെ വീട്ടിലെ കുട്ടിയെ ഞാൻ രക്ഷിക്കാതിരിക്കുവോ? പറയ്. ദൈവം വലിയവനാ. ദൈവത്തിന് ചില സ്ഥലത്ത് ചില സമയങ്ങളിൽ എത്താൻ കഴിയാത്തതുകൊണ്ടാ ചില സമയങ്ങളിൽ ചിലരെ സംരക്ഷകരായിട്ട് വിടുന്നത്. ഇന്നത് എന്റെ ധർമ്മമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. കുട്ടിക്ക് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സേഫായിട്ട് വീട്ടിലേക്ക് വന്നത്. അല്ല, സീത എവിടെ? സീത മോളെ തിരക്കി ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ തിരിച്ചു വരും. ആണോ? ആ ദൈവം ശരിയായ സമയത്താ മോനെ പറഞ്ഞയച്ചത്. എന്താ മോനെ പുറത്തു നിൽക്കുന്നേ? അകത്തേക്ക് വാ. ശരി അമ്മേ. പറഞ്ഞിട്ടുള്ളതല്ലേ, ലീവുള്ള ദിവസം പുറത്തു പോകരുത്, വീട്ടിൽ തന്നെ നിൽക്കണമെന്ന്. എനിക്കൊരു കുഴപ്പമില്ല സീതമ്മ. സീത, ഇദ്ദേഹമാണ് സിഹിമോളെ കൊണ്ടുവന്നത്. ഇദ്ദേഹം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടെ. വാ മോനെ, വന്നിരിക്കേ. സീത മാഡം, മോൾ ഒരുപാട് പേടിച്ചിരുന്നു. ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക, എനിക്ക് പേടിയൊന്നും ആയിട്ടില്ല. ആണോ? ഗുഡ് ഗുഡ്. എന്നിട്ട് ഞാൻ ആ ധൈര്യം കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നേ. ആരോ കാറിൽ കയറ്റിക്കൊണ്ടുപോയതാന്ന്. എന്റെ ദൈവമേ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? കാറിലോ?
അതെ, ആരോ കാറില് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഭാഗ്യം, കറക്റ്റ് സമയത്ത് ഇദ്ദേഹം അവിടെ എത്തി. മുത്തശ്ശന്റെ കൂടെ കുട്ടിയില്ലാതായപ്പോ ഞാൻ പേടിച്ചു വല്ലാതായി പോയി. ഭാഗ്യം, കുട്ടിക്കൊന്നും സംഭവിക്കാത്തത് തന്നെ വലിയ കാര്യം. പാവം സീത എന്തൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കണം. അയ്യോ, താങ്ക്സ് ഒക്കെ എന്തിനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെന്റെ കടമയല്ലേ. സീത മാഡം, ഞാൻ വരട്ടെ. അച്ഛാ, അച്ഛാ, ഞാൻ പോയിട്ട് വരാം. അമ്മേ, പോയിട്ട് വരാവേ. നന്നായി വരട്ടെ മോനെ. ബൈ റാം. സിഗിമോളെ, കെയർഫുൾ. കരയണ്ട സീതമ്മ. നീ കരഞ്ഞ എനിക്ക് വിഷമാവില്ലേ? എനിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്കൊന്നും പറ്റില്ല സിഖിമോളെ, നീയല്ലേ അമ്മ. ഞാൻ മൂർത്തി മുത്തശ്ശനെ അന്വേഷിക്കുമായിരുന്നു. ആരോ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ മുത്തശ്ശന്റെ അടുത്തേക്ക് കൊണ്ടുപോവാന്ന്. ഫ്രണ്ട്, നിന്നെ കാറ് കയറ്റിക്കൊണ്ട് പോയോ? ഫ്രണ്ട്, പക്ഷെ എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല. അത് ശരി, ലോയർ അങ്കിളിനെ എവിടെ നിന്ന് കിട്ടി നിനക്ക്? അവര് വണ്ടി നിർത്ത് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഭാഗ്യം, ദൈവം തന്നെ അയാൾ അയച്ചതാന്ന് തോന്നുന്നു. ആ പാപികളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ചില്ലേ? ദൈവവും അദ്ദേഹത്തിന്റെ പേരില് ഓരോ അർച്ചന നടത്തിയാലും കുറഞ്ഞു പോവും. നീ എന്തിനാ മുത്തശ്ശന്റെ അടുത്തൊന്ന് മാറിയത്? പറസിഹി, എന്തിനാ പോയത്? സോറി സീതമ്മ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം എന്റെ തെറ്റാ. ഈ നശിച്ച മറവി ഞാൻ അവളെ മറന്നുപോയി വന്നത്. ചേച്ചേ, അങ്ങനെയൊന്നും പറയരുത് അച്ഛാ. അല്ല മോനെ, എന്റെ തെറ്റ് തന്നെയാ. സീതേ, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് അർഹിക്കണില്ല മോളെ. ആ ലോയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടി അവര് കൊണ്ടുപോയാന്. മുത്തശ്ശ, നിങ്ങളുടെ തെറ്റല്ലല്ലോ. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് എത്തിയില്ലേ? ഞാൻ ബലൂൺ നോക്കി പോയത് കൊണ്ടല്ലേ. സോറി മുത്തശ്ശ. നിനക്ക് മുത്തശ്ശന്റെ കൈ പിടിച്ച് നടന്നാ പോരായിരുന്നോ? നീ ഒറ്റയ്ക്ക് പോയോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? സീതേ, എന്നോട് ക്ഷമിക്കുമോളെ. അച്ഛാ,
ക്ഷമ ചോദിച്ചിട്ട് എന്താ പ്രയോജനം? ഞാൻ ഈ മറിവയെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങൾക്കതൊരു തമാശയായിരുന്നില്ലേ? ഇപ്പൊ കണ്ടോ എത്ര വലിയ അപകടം ഉണ്ടായി നോക്കി. അമ്മേ പ്ലീസ് അമ്മേ. ഞങ്ങളെ വിശ്വസിച്ചല്ലേ സി എവിടെ നിർത്തുന്നേ? ഇവരിങ്ങനെ ചെയ്ത ഞങ്ങൾ എന്താ ചെയ്യാ മോളെ? അമ്മ ഇനി അത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. സിഹയോട് ശ്രദ്ധിച്ച് നടക്കണമെന്ന് നമ്മൾ വേണ്ട പറഞ്ഞു കൊടുക്കാൻ. അമ്മേ പ്ലീസ് നിങ്ങൾ വിഷമിക്കില്ലേ? അച്ഛാ നിങ്ങളും വെറുതെ കരയില്ലേ? ബാ. നീയാണ് ഫ്രണ്ട് എന്നെ രക്ഷിച്ചത്. ആ അങ്കിൾ അല്ല. ഞാനോ? നീയല്ലേ എനിക്കൊരു അടിപൊളി മാജിക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ടിരുന്നു. എനിക്കൊന്നും പറ്റിയില്ല. താങ്ക് യു ഫ്രണ്ട്. പക്ഷേ നിന്നെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ പോകാൻ പാടില്ലെന്നറിയില്ലേ? ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. സോറി. ഗുഡ്. റാം താങ്ക് യു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിന്നപ്പോ ആദ്യം ഓർമ്മ വന്നത് നിന്നെയാ. അമ്മ ഇവള് കാണുന്നില്ലെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാനാകെ പേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയതാ. എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാനാകെ ബ്ലാങ്ക് ആയിരുന്നു റാം. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. സോറി സീതമ്മ. ഇനി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഭാഗ്യം ലോയർ ഇവളെ കണ്ടതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു? ഒന്നും ആവില്ല. എന്റെ ഫ്രണ്ട് എന്തെങ്കിലും മാജിക് കാണിച്ച് തിരിച്ചു വന്നെ അല്ലേ ഫ്രണ്ട്? നിനക്ക് എന്റെ നമ്പർ അറിയാവുന്നല്ലേ? ഫ്രണ്ട്, എനിക്ക് ഏതെങ്കിലും ഫോൺ കിട്ടിയിരുന്നെങ്കിൽ നിന്നെ തന്നെ ഞാൻ ആദ്യം വിളിച്ചേനെ. അമ്മയും മോളോട് ചേർന്ന് അയാളെ തന്നെ ബുദ്ധിമുട്ടിക്കണമെന്നാ? ഒരു ബുദ്ധിമുട്ടുമില്ല. ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കുന്നതിൽ എന്താ തെറ്റ്? കറക്റ്റ് ഫ്രണ്ട്. ഫ്രണ്ട്, നീ ചെറുതായിരുന്നപ്പോ നിന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തായിരുന്നോ? ഇല്ല, ഞാൻ നിന്നെ പോലെ ക്യൂട്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തില്ല. നീ കൂട്ട് തന്നെയാ. നീ കണ്ടോ, ആരെങ്കിലും നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കും. നോക്കി. കുറച്ചെങ്കിലും ഇവൾക്ക് ടെൻഷൻ ഉണ്ടോ നോക്ക്. ഞാൻ പേടിച്ചോടി പിടച്ചാ വന്നത് ഇവൾക്ക് എന്താ പറ്റിയെന്നറിയാൻ. ഇവളാണെങ്കിൽ സമാധാനമായിട്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം. ബട്ട് സിഹിമോളെ എപ്പോഴും സേഫ് ആയിരിക്കണം, മനസ്സിലായോ? യു ആർ ലവ്ഡ് ആൻഡ് ഐ ലവ് യു സോ സോ മച്ച്. ഐ ലവ് യു ടു. നീ പറയുന്നില്ലേ സീതമ്മ? ഐ ലവ് യു എന്ന് പറ. പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ. ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ. സീതാരാമ ഓ സീതാരാമ. ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. റാം, ഞാൻ കോഫി എടുത്തിട്ട് വരാം. നോ ഇറ്റ്സ് ഓക്കെ, വേണമെന്നില്ല. നിന്നെ അത്ര ദൂരത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് നിനക്കൊരു തുള്ളി വെള്ളം തന്നില്ലെങ്കിൽ എങ്ങനെയാ? നിക്ക് ഒരു മിനിറ്റ്. വെള്ളം തരാതിരുന്ന ശാപം തരാൻ വേണ്ടി ഞാൻ രാവണല്ലോ സീതാ മാഡം. ഐ മീൻ വരുമ്പോഴൊക്കെ ഈ ആദ്യത്തെ മര്യാദ വേണ്ടെന്ന് പറഞ്ഞ ഞാൻ. ഡോണ്ട് ബി സോ ഫോമൽ. നീയും ടെൻഷൻ അടിച്ചാണോ വന്നത്? പിന്നല്ലാതെ എന്റെ സിഹിമോളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിക്കില്ലേ? വൻ ടെൻഷൻ. അതൊക്കെ വിട്. നീ ഒരിക്കലും എന്നെ വിട്ട് പോരുത്, മനസ്സിലായോ? ഐ വാണ്ട് യു ഓൾ മൈ ലൈഫ്. ഓക്കേ ഫ്രണ്ട്. ശരി, ഞാൻ ഇറങ്ങട്ടെ. ബൈ. ബി സേഫ് കേട്ടോ. ബൈ. ബൈ.
കുട്ടിയാകുമ്പോ കാണാതെ പോകുന്നതും തിരിച്ചു കിട്ടുന്നതും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? പക്ഷെ വലിയ ആൾക്കാരായാല മിസ്സായ പിന്നെ തിരിച്ചു കിട്ടില്ല. നീ കുറച്ച് കാലമായിട്ട് വളരെ ഹാപ്പിയാണ്. ഈ സന്തോഷം ഇല്ലാതാകുന്ന ഒന്നും നടക്കരുതെന്നാണ് എന്റെ കൺസേൺ. ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കാലം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ദാ ഇത്ര വേഗം ക്ലിയർ ആയി പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. എടാ, മേമ എന്തിനാ വിളിച്ചെന്നോ? ചാന്ദിനിയുടെ കാര്യം പറയാനാണെന്ന് അവരുതേ. എന്തിനാ? ചാന്ദിനിയുടെ കാര്യം പറയാൻ. യെസ്, മേമയോട് ഞാൻ സംസാരിക്കുന്നത് വരെ എന്റെ മനസ്സിലെ ഫീലിങ്സ് എന്താണെന്ന് ഒരു ക്ലാരിറ്റി എനിക്കുണ്ടായിരുന്നില്ല. അവളുടെ കാര്യത്തില് എന്റെ മനസ്സ് ഓൾറെഡി അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാടാ. ഇൻഫാക്ട് മേമയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. മേമയ്ക്ക് ഒരുപാട് വിഷമമായി. ഇനി അങ്ങോട്ട് ചാന്ദ്രയുടെ മെസ്സേജ് വന്നാലും ലെറ്റർ വന്നാലും ഞാൻ ഒരിക്കലും ടെൻഷൻ ആവില്ല. ബിക്കോസ് ഐ എം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇത് നീ മേമയോട് പറഞ്ഞോ? സൂപ്പർടാ. എന്താടാ? ഐ എം ഹാപ്പി. നീ ഇപ്പഴാ ശ്രീരാമചന്ദ്രനായത്. പഴയ ദോഷങ്ങളൊക്കെ വിട്ടിട്ട് ഏകപത്നി വ്രതസ്ഥ. ഏകപത്നി എന്നൊക്കെ പറഞ്ഞ എന്താടാ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? എടാ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? ഡേ, അത് എത്ര വലിയ കാര്യമാണെന്നറിയാവോ? നീ മേമയോട് പോയി ഒരു പേടിയും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആരാന്ന് പറ. ആര്? സീത. വാട്ട്? ഓഹോ, നിന്റെ മനസ്സിൽ സീതയുള്ളത് കൊണ്ടാ ഏത് ചാന്ദിനി മോഹിനി ആര് വന്നാലും നിന്റെ മനസ്സ് കുലുങ്ങില്ല എന്ന് നിനക്ക് ഉറപ്പുള്ളത്. എടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ തുടങ്ങണ്ട പ്ലീസ്. ഓ, നിന്റെ മനസ്സിനോട് ചോദിക്ക്, അത് പറയും. നീ ബാംഗ്ലൂരിൽ കാല് വച്ചാൽ നീ ആദ്യം കാണുന്ന പെൺകുട്ടിയോട് നിനക്ക് പ്രണയം തോന്നുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ ആയില്ലേ? അപ്പൊ സമ്മതിച്ചോ? മനസ്സിലാടാ? മൗനം സമ്മതത്തിന്റെ ലക്ഷണം. എടാ, വായി തോന്നി വിളിച്ചു പറയല്ലേ. അങ്ങനെ ഒന്നുമില്ല. നിനക്ക് പേടിയാ? എനിക്കെന്ത് പേടി? പ്രണയിച്ചാൽ നശിച്ചു പോകും, അതൊരു പാതാളമാണെന്ന് നീ നിന്നെ വിശ്വസിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് സീതയെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് സമ്മതിക്കാൻ നിനക്ക് പേടി. മാത്രമല്ല, സീതയോട് നീ അവിടെ ഒരു നോർമൽ എംപ്ലോയി ആണെന്ന് കളവ് പറഞ്ഞില്ലേ? അത് നിനക്ക് പേടിയാ, കറക്റ്റ് അല്ലേ? എടാ, അതിനെ പേടിയെന്ന് പറയോ അതോ മറ്റെന്തെങ്കിലും പറയോ എന്ന് എനിക്കറിയില്ല. നിലവില് ഇവിടെയുള്ള സിറ്റുവേഷൻസ് എന്താണോ അതുപോലെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ഞാനിപ്പോ ആഗ്രഹിക്കുക. അതിനിപ്പോ എന്താ തെറ്റ്? അവരവരുടെ ലോകത്ത് ഹാപ്പി ആയിരിക്കുന്നു, ഞാൻ എന്റെ ലോകത്ത് ഹാപ്പി ആയിരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിട്ട് വെറുതെ എന്തിനാ? എന്നിട്ടിങ്ങനെ എത്ര ദിവസം നിൽക്കും നീ? പറയാൻ വൈകുന്ന പ്രണയം പോയ ട്രെയിനിന് ടാറ്റ കൊടുക്കുന്ന പോലെയാ. ആ ട്രെയിൻ പിന്നെ കിട്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. നീ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നും പറയാതെ അങ്ങ് പോവും. അതിന് നീ തയ്യാറാണോ? ചിലപ്പോ അവളുടെ ഫാമിലി മെമ്പേഴ്സോ സീതയുടെ കല്യാണം മറ്റാരെങ്കിലും ആയിട്ട് ഉറപ്പിക്കും. അതിന് നീ ഓക്കെ ആണോ? സങ്കടം വരുന്നില്ലേ? അപ്പൊ സമ്മതിക്കടാ, നിനക്ക് സീതേനെ വളരെ ഇഷ്ടമാണെന്ന്. സേക്ക്, ഫോർ ഗോഡ് സേക്ക്. സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ ഇത്ര മടി എന്തിനാ ദേവദാസ് രാമ? നീ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നും പറയാതെ അങ്ങ് പോവും. അതിന് നീ തയ്യാറാണോ? ചിലപ്പോ അവളുടെ ഫാമിലി മെമ്പേഴ്സോ സീതയുടെ കല്യാണം മറ്റാരെങ്കിലും ആയിട്ട് ഉറപ്പിക്കും. അതിന് നീ ഓക്കെ ആണോ?